ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ പനിയൊക്കെ പയ്യെ മാറി വരുന്നേ ഉള്ളൂ. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. നമ്മൾ ഇവിടെ കുക്കിംഗ് ചെയ്യുകയാണ്. ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. 2 ട്രിപ്പായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇവിടെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാലൻസ് ഇവിടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചിലപ്പോൾ ഒരു ട്രിപ്പിൽ പോവും, അല്ലെങ്കിൽ ചിലപ്പം 2ആയിട്ട് ചെയ്യണം. അങ്ങനെ ടോട്ടൽ ചിലപ്പോൾ 3 ട്രിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒനിയൻ, ജിഞ്ചർ, ഗാർലിക് എല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കാതെ. ഞാൻ എപ്പോഴും ചിക്കനകത്ത് നന്നായിട്ട് ഒനിയൻ ചേർക്കും. അപ്പം നമ്മളിവിടെ വലിയ 3 ഒനിയൻ എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തു. 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്ത പാൻ മാറ്റി കേട്ടോ. ഈ പാനിലായിരുന്നു നമ്മൾ ഫ്രൈ ചെയ്തത്. ഞാൻ എപ്പോഴും ചിക്കൻ കറിയും ബീഫും ഒക്കെ ഉണ്ടാക്കുന്ന ഈ പാനിനകത്താണ്. അപ്പം നമ്മളിതിനകത്ത് വേണ്ട ഓയിലൊഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നല്ലോ, അതെല്ലാം നമ്മൾ കട്ട് ചെയ്തായിരുന്നു. നമ്മുടെ ഒനിയൻ, ജിഞ്ചർ, ഗാർലിക് എല്ലാം കട്ട് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത്, ഒരു ടൊമാറ്റോയും കൂടി ഉണ്ട്, എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തു. അപ്പോൾ അതിലേക്ക് ഞാൻ എരിവുള്ള മുളക് പൊടി, നമ്മുടെ കാശ്മീരി പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന നല്ല മസാലയായിരുന്നു. ചേച്ചി അമ്മയൊക്കെ വന്നപ്പോൾ അവർ പൊടിച്ചുകൊണ്ട് വന്ന മസാല, നല്ല അടിപൊളി ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത്. സാധാരണ ആഡ് ചെയ്യാറില്ല, ഇപ്രാവശ്യം ഞാൻ അത് ഇച്ചിരി ആഡ് ചെയ്യാം. അങ്ങനെ അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞായിരുന്നു, മല്ലിപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ പൊടികളും ഇട്ടു. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ചേർക്കും. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി. പച്ചപ്പൊക്കെ മാറി പൊടികളുടെയൊക്കെ. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തിരുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങാനില്ല. അങ്ങനെ വെള്ളം അധികം ഇറങ്ങിയില്ലെങ്കിൽ നമ്മളൊരു ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ചിക്കനെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ പൊടികൾക്കകത്ത് എല്ലാം മസാലയെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് കുക്ക് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഇരുന്ന് കുക്കാകുകയാണ്. നമുക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് നോക്കിയാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പം ഞാനിത് പുറത്ത് വെച്ചാണ്, ഗരാജ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനെപ്പോഴും കിച്ചൺ അഴുക്കാകാതിരിക്കാൻ ഗരാജ് വെച്ച് ചെയ്യുന്ന ചിക്കൻ ആൻഡ് ബീഫ് ഉള്ളി. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി, എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്.